നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ശ്രീകാന്തിനോട് വേദ സത്യങ്ങൾ വിളിച്ചു പറയണ. ശ്രീയേട്ടൻ കാരണമാണ് ഞാൻ വിക്രത്തിന്റെ വീട്ടിൽ നിന്ന് വന്നത്. പക്ഷേങ്കില് ഇനിയും അങ്ങനെ എന്നെ ഇവിടെ കെട്ടിയിടാന്ന് വിചാരിക്കേണ്ട. ശ്രീയേട്ടൻ പറഞ്ഞ അനുസരിച്ച് ഇവിടെ എന്നെ നിർത്താന്ന് വിചാരിക്കുകയോ വേണ്ടെന്ന് പറഞ്ഞിട്ട് വേദ മുറിയിലേക്ക് പോയി കഥ അടച്ചു. ആ സമയത്ത് ഇതൊക്കെ കേട്ടോണ്ട് ശങ്കരനാരായണൻ അവിടെ നിൽക്കുക. പെട്ടെന്ന് ശങ്കരനാരായണന്റെ ഒരു ചോദ്യം, അല്ല എന്താ ശ്രീകാന്തെ അവള് പറഞ്ഞതിന് അർത്ഥം എന്താ? വേദ വിക്രത്തിന്റെ വീട്ടിൽ നിന്ന് വരാൻ കാരണം നീയാണോ എന്നൊരു ചോദ്യം. അപ്പോഴേക്കും ശ്രീകാന്തിന് പെട്ടെന്നൊരു പരിഗണനയുണ്ടായി. എന്ത് പറയണം പറയണ്ടെന്ന് അറിയത്തില്ല. പെട്ടെന്നുള്ള ചോദ്യമാണല്ലോ. നേരത്തെ ഉത്തരവൊന്നും പഠിച്ചു വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ശ്രീകാന്തിന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അച്ഛാ അത് പിന്നെ അവൾ എന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? അവൾ ഒന്നും കാണാതെ എന്താണെങ്കിലും അങ്ങനെ പറയത്തില്ലോ. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട്. നിനക്ക് എന്തെങ്കിലും അറിയാവോ? മുമ്പത്തെ പോലെ നീ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, ഇല്ലച്ച, ഞാൻ അങ്ങനെയും ചെയ്തിട്ടൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിന്നെ ഞാൻ അറിയാൻ ഇടവരില്ല. നീ കാരണമാണ് വേദ വിക്രത്തിന്റെ വീട്ടിൽ നിന്ന് പോന്നെന്ന്. ഞാൻ കരുതിയത് അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനൊരു തീരുമാനം എടുത്തെന്ന. അത് മറിച്ചാന്നറിയുന്ന നിമിഷം ഉണ്ടല്ലോ, പിന്നെ അറിയാലോ എന്താ സംഭവിക്കണമെന്ന്. അവളൊന്ന് വിചാരിച്ചാൽ മാത്രം മതി നമ്മളെല്ലാരും ഇവിടുന്ന് പുറത്താക്കാനായിട്ട്. ഈ വീട് അവളുടെ മുത്തച്ഛൻ അവൾക്കായിട്ട് കൊടുത്താന്നുള്ള കാര്യം അറിയാലോ. അവളുടെ വീട്ടിലാ ശരിക്കും പറഞ്ഞ് നമ്മൾ താമസിക്കുന്നത്. അവളെ ഇവിടുന്ന് ഇറക്കി വിടാനൊന്നും പറ്റില്ല. പിന്നെ അവളുടെ നേർക്ക് നീ എന്ത് ധൈര്യത്തിലാ കൈ ഓങ്ങിയത്? ഇറങ്ങി പോടാ നീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് പോകാനേ പറ്റുള്ളൂ. വെറുതെ എന്തിനാ ശ്രീകാന്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നേ, അതും വേദയോട്. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അച്ഛൻ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അവളെന്തോ ഈ ഇടയായിട്ട് വല്ലാത്തൊരു പെരുമാറ്റമൊക്കെയാണ്. എപ്പോൾ നോക്കിയാലും മുറി കയറി കഥ അടച്ചിരിക്കും. എടാ അവള് വന്നപ്പോൾ മുതൽ ഇങ്ങനെയാ. അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. അതിന് നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടാൻ പോന്നേ? വേദയുടെ സ്വഭാവം അറിയാലോ. അവൾ ഒരു കാര്യം തീരുമാനിച്ച തന്നെയാ, അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. അച്ഛ അതല്ല, ഇതൊക്കെ ഞാൻ ചെയ്യുന്ന അവളുടെ നന്മയെ കരുതിയിട്ടാ. എന്ത് നന്മയാണെങ്കിലും ശരി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളുടെ പിന്നാലെ നീ നടക്കേണ്ട കാര്യമില്ല. അവൾ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നൊക്കെ അവളുടെ കാര്യത്തില് നീ ഇത്ര മാത്രം ചൂട് കാണിക്കേണ്ട കാര്യമില്ല. പറഞ്ഞു കേട്ടല്ലോ. ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിന്നെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും ആയിരിക്കില്ല ശ്രീകാന്തെ. മുമ്പ് 2-3 വട്ടം നിനക്ക് ഞാൻ വാണി തന്ന് വിട്ടതാണ്. ഇനി നീ പ്രശ്നത്തിന് നടുവിലേക്കാ പോകുന്നെങ്കിൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും എന്നും പറഞ്ഞ് ശങ്കരനാരായണൻ അങ്ങോട്ട് പോയി. ശ്രീകാന്തിന് വല്ലാത്ത ടെൻഷൻ. എന്ത് ചെയ്യാൻ പറ്റും? ശ്രീകാന്ത് പിന്നീട് മുറിയിലേക്ക് വന്നപ്പം വർഷ ചോദിച്ചു, എന്തായി? അവളെ കണ്ടോ, സംസാരിച്ചോന്നൊക്കെ ചോദിച്ചു. ബെസ്റ്റ്. അവള് മുറിയിലേക്കൊന്ന് കയറാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? സമ്മതിച്ചില്ലേ? ഇല്ലാന്നേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശ്രീയേട്ട എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന്. എടി എനിക്ക് ബലമായിട്ട് കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കൃത്യസമയത്ത് തന്നെ അച്ഛൻ വന്നു. അച്ഛൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആ മുറിയിലേക്കൊന്ന് കയറിയാനും. അല്ല ശ്രീയേട്ട, ഇനി മുറിക്കകത്ത് ആരെങ്കിലും കാണുമോ ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കില് ഇപ്പം ഇല്ലാന്ന് തോന്നേ. അവള് മുറിയൊക്കെ വെറുതെ ഒന്ന് തുറന്ന് കാണിച്ചായിരുന്നു. ഇനി അവള് ആരെങ്കിലും അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് വർഷ പറഞ്ഞു, അങ്ങനെ വരുമോ ശ്രീയേട്ട? പറയാൻ പറ്റില്ല. അവളായതുകൊണ്ട് അതല്ല, അതിലപ്പുറം ചിലപ്പോൾ ചെയ്തെന്നിരിക്കുമെന്ന് പറഞ്ഞു. ഈ സമയത്ത് വിക്രം കട്ടിലിനടിയിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ് വരുവാണ്. വേദ കയ്യെ പോയി പിടിച്ചു. അങ്ങനെ ബെഡിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചോദിച്ചു, സത്യം പറ, ശ്രീകാന്തിന് ഇതിനകത്ത് പങ്കുണ്ടു വന്നിച്ചു? എന്തില്? ഇപ്പൊ വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ കട്ടിലിനടി കിടന്ന് വിക്രം കേട്ടിട്ടുണ്ടായിരുന്നു. അല്ല നീ വീട്ടിൽ നിന്ന് പോരാനുള്ള മെയിൻ കാരണം എന്താന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ വേദ പറഞ്ഞു, അത് വെറുതെ ഞാൻ ഒന്ന് ജയിക്കാൻ വേണ്ടി ശ്രീയേട്ടൻ്റെ അടുത്ത് പറഞ്ഞല്ലേ. അതൊന്നും അല്ല വേദേ, നീ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. സത്യം പറ, എന്തൊക്കെയാ നടക്കുന്നത്? ഞാൻ ഒരിക്കലും നിന്നെ ഞാൻ കുറ്റപ്പെടുത്തി പറയത്തൊന്നുമില്ല. നീ സത്യമായിട്ട് പറഞ്ഞാൽ മതി. കാരണം നീ ആ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ നിനക്കുണ്ടായിരുന്നു. നീ അത് സ്വയം എടുത്ത തീരുമാനമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ശബരിമല പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാനും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നത്. പക്ഷെ ആ തീരുമാനങ്ങൾ പറയുന്ന സമയത്ത് നീ അവിടെ ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ നീ അതിനു മുമ്പ് തന്നെ അവിടുന്ന് പോന്നു. അതിന് കാരണം എനിക്കറിയണ്ടേ. എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം നില അലട്ടുന്നുണ്ട്. ഒടുവില് വേദ പറഞ്ഞു, ഒന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് കേട്ട വിക്രം പറഞ്ഞു, ഒന്നുമില്ലായികൊന്നുമല്ല, നിനക്ക് എന്തൊക്കെയോ സത്യങ്ങളൊക്കെ അറിയാം. അതെ, എപ്പോഴേലും വിക്രം അതൊക്കെ അറിയും. ഞാൻ പറഞ്ഞില്ലേ, വിക്രത്തിന് അറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ വിക്രത്തെ തേടി എത്തുക തന്നെ ചെയ്യും. അപ്പൊ വിക്രം അറിഞ്ഞാൽ മതി. തൽക്കാലത്തേക്ക് ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതേ സമയം വല്ലാത്ത ടെൻഷനായിരുന്നു ശ്രീകാന്തിന്. അവൾ ആരെയും മുറിയിൽ കയറ്റി വെച്ചിട്ടുണ്ടോ? ഇനി ആ വിക്രത്തെ തന്നെയാണോ? എല്ലാം ഒന്ന് കൂട്ടി വായിക്കുവാണ്. ഡോക്ടർ ഇഷിത അവളുടെ മുറിയിലേക്ക് വരുന്നു. കുറച്ച് സമയം കഥ കടച്ചിരിക്കുന്നു. ഇനിയിപ്പോ ആ വിക്രം മുറിയിലുള്ളതുകൊണ്ടാണോ? അവന്റെ കാലയിൽ ഒരു മുറിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അന്ന്. ഒരു പക്ഷേ എങ്കില് ആ ബുള്ളറ്റ് കയറിയത്
അപ്പൊ ഡോക്ടർ ഇഷിതയായിരിക്കും രക്ഷിച്ചിട്ടുണ്ടായിരിക്കുക. വേദ ഇഷിതയും കൂടെ ചേർന്നിട്ട് അങ്ങനെ 100 സംശയങ്ങൾ. ഒടുവിൽ ചന്ദ്രശേഖരനെ പോയി കാണുവാണ്. ചന്ദ്രശേഖരനെ കണ്ട് കാര്യങ്ങൾ പറയണം. അപ്പോഴേക്കും ചന്ദ്രശേഖരൻ പറഞ്ഞു, എനിക്ക് ഒരു കാര്യം ഉറപ്പാടാ, മിക്കവാറും അവനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നു കാണുമായിരിക്കും. നീ ഒരു മരമണ്ടനായിപ്പോലോ. അത് അച്ഛാ, ഞാൻ ആ മുറിയിലേക്ക് കയറാൻ തുടങ്ങിയതാ. അവൾ അതിന് സമ്മതിച്ചിട്ടുണ്ട്. എടാ, ബലമായിട്ട് കയറണം, ഇല്ലെങ്കിൽ അവൾ ഇല്ലാത്ത സമയത്ത് മുറി കയറണം. നിനക്കതൊന്നും അറിയില്ലേന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ, എടാ, ഇതൊക്കെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യം ഉണ്ടോ? നിനക്കറിയാലോ, കള്ളത്തരം കാണിക്കാൻ നിന്നേക്കാളും എടുക്കണ വേറെ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. അച്ഛാ, എന്നെ ഇങ്ങനെ അങ്ങ് താഴ്ത്തിക്കെട്ടല്ലേന്ന് പറഞ്ഞു. ഉള്ള കാര്യം ഞാൻ പറഞ്ഞാടാ, എങ്ങനെയെങ്കിലും അവളുടെ മുറി കയറി പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില്ല ശ്രീകാന്ത് ആ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. വേദ ഇല്ലാത്ത സമയം നോക്കി അകത്ത് കയറി നോക്കണം. ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടോ, എങ്ങനെ എന്താണെന്നും അറിയത്തില്ലല്ലോ. അങ്ങനെയൊക്കെ തീരുമാനിക്കുകയാണ്. ആ സമയത്ത് വിക്രത്തെ കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിലായിരുന്നു വാസവനും ഗുണ്ടകളും. വീണ്ടും വാസവനും കുട്ടനും എന്ത് ചെയ്തു, നേരെ മാഷിന്റെ വീട്ടിലേക്ക് പോരുവാണ്. ഇതേ സമയത്ത് ആ സിയെയും ചന്ദ്രശേഖരനും ശ്രീകാന്തും കാണുന്നുണ്ട്. അവർ കണ്ടങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സിയെ പറഞ്ഞു, ആ മാഷുണ്ടല്ലോ, സുധാകരൻ മാഷിനെ ഞാനൊന്ന് വരട്ടാൻ നോക്കി, പക്ഷെ ഏശിയില്ല. അയാൾ നല്ല കൂളായിട്ടാണ് നടക്കുന്നത്. അത് മാത്രമല്ല, അയാൾ എന്നെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പം വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് ശ്രീകാന്ത് ചോദിച്ചു, വെല്ലുവിളിച്ചെന്നോ? അതെ, എന്നെ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞു. വിക്രത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യാനായിട്ട്? കാരണം ഈ പറയുന്ന എസ് ഐ സാബും മൊഴിയും കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിക്രത്തിന് തലയിലേക്ക് വീണ്ടും കേസുകളൊക്കെ കെട്ടിവെക്കണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും അല്ല അയാൾ. അത് മാത്രമല്ല, ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കംപ്ലൈന്റ് കൊടുക്കുമെന്നൊക്കെ പറയണേ. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, എൻ്റെ പൊന്ന് CI സാറേ, അതൊക്കെ നിസ്സാര കാര്യമല്ലേ, അയാളേക്കും കൊണ്ട് ഒതുക്കി വിടാൻ നോക്ക്. ഇനിയിപ്പോൾ ഒന്നും നോക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാൻ വാസവനെ ഒന്ന് വിളിക്കട്ടെ, വാസവനെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകാന്ത് വാസവനെ വിളിക്കുകയാണ്. വാസവനെ വിളിച്ചിട്ട് പറഞ്ഞു, അവന് ഇത്രയും നാളും വെലസ് നടക്കുമായിരുന്നു, ഇപ്പം നമ്മുടെയൊക്കെ മൂക്കും തുമ്പത്തോടെ അവൻ നടക്കുന്നുണ്ട്. SI സാബുവിനെ തല്ലിച്ചൊതിച്ചൊരു പരിവാക്കി, എന്നിട്ട് പോലും അവനെ കണ്ടെത്താൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കഷ്ടമുണ്ട് കേട്ടോ വാസവ സാറേ. ഇത് എത്ര കാലം ഇങ്ങനെ പോകുന്ന ഓർത്തിട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാസവന്റെ മനസ്സിൽ ചൂട് പിടിപ്പിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വാസവനാണ് സങ്കടവും ദേഷ്യമൊക്കെ ഒന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ പണി പാളും. അവനെ എത്രയും പെടുന്നത് കണ്ടെത്തണം, ആ വിക്രത്തിനെ. അങ്ങനെ കണ്ടെത്തിയാലോ തൻ്റെ മോൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു വാസവന്റെ ഉള്ളിൽ. അങ്ങനെ വാസവൻ നേരെ മാഷിന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അവർക്കിട്ട് പണി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിക്രം വരും, വിക്രം രക്ഷിക്കാനായിട്ട് വരും, വിക്രത്തെ പിടികൂടാം എന്നൊരു ചിന്ത. അങ്ങനെ വാസവനും കൂട്ടും എന്ത് ചെയ്തു, സുധാരൻ മാഷിന്റെ വീട്ടിലേക്ക് വന്നു. പിന്നീട് മാഷിനോട് പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങോട്ടേക്ക് പറഞ്ഞെന്ന് ഒരാഗ്രഹമില്ലായിരുന്നു, പക്ഷേങ്കിൽ നിങ്ങളുടെ മോന് വരാത്തിടത്തോളം കാലം, ഞങ്ങൾക്ക് പിടി തരാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വന്നല്ലേ മതിയാവുള്ളൂ. സത്യം പറ മാഷെ, അവനെ എവിടെയാണ് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കണമെന്ന് ചോദിച്ചു. എന്നിട്ട് മാഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. മാഷിനെ അടിക്കുവാണ്. ഇത് കണ്ടുകൊണ്ടാണ് കമല അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. കമല പെട്ടെന്ന് അവിടെ വീഴുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പം വാസുവിന് തോന്നി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലെന്ന്. വാസുവിന് തൻ്റെ പിള്ളേരെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും സുധാരൻ മാഷും അതുപോലെ ശ്രീജയ്ക്ക് ഓടിച്ചെന്ന് കമലയെ കുലിക്ക് വിളിക്കുക. പക്ഷെ കമലയ്ക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവിലെ കമലയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ശ്രീജയും വിശ്വ വിനായകനും എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങനെ കൊണ്ടുവന്ന ഉടനെ നേരെ ഡോക്ടറെ ക്യാബിനിലേക്ക് കയറ്റുവാണ്. ഈ സമയത്തെല്ലാം വല്ലാത്തൊരു ടെൻഷനായിരുന്നു മാഷിന്. ദൈവമേ, കമലയ്ക്കൊന്നും സംഭവിക്കില്ലേ എന്നൊരു പേടി മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. കാരണം എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ വിക്രത്തെക്കുറിച്ചുള്ള ടെൻഷനാണെന്ന് മനസ്സിലായി കൂടുതൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പരിശോധന കഴിഞ്ഞു വന്നു. അപ്പോഴേക്കും മാഷ് ചോദിച്ചു, എങ്ങനെയുണ്ട് ഡോക്ടറെ? ആൾ ആഹാരം ഒന്നും കഴിക്കാറില്ലേന്ന് ചോദിച്ചു. കുറച്ചൊക്കെ മാത്രമേ കഴിക്കാറുള്ളൂ, അതിൻ്റെയാന്ന് തോന്നേ. നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ടെസ്റ്റുകൾക്കൊക്കെ കുറിച്ചിട്ടുണ്ട്. ആഹാരമൊക്കെ നന്നായിട്ട് കൊടുക്കണം, ഫുഡൊക്കെ നന്നായിട്ട് ചെല്ലണം. ഇതിപ്പം ആഹാരം നേരെ ചൊവ്വേ കഴിക്കാത്തതുകൊണ്ട് ബ്ലഡൊക്കെ കുറവാന്ന് തോന്നേ. അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം, വേറെ 2-3 ടെസ്റ്റും കൂടെ ഉണ്ടെന്നൊക്കെ പറയണം. ഇതേ സമയം സുധാകരൻ മാഷിനും നല്ല ടെൻഷനായിരുന്നു കമലയുടെ കാര്യം ഓർത്തിട്ട്. ഒരു പക്ഷെ വിക്രത്തെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും അവൾക്ക് ഇത്രമാത്രം ടെൻഷന്. വിക്രത്തെ കാണാത്തോണ്ട്, വിക്രത്തിന് ഇത്ര ദിവസമായാലേ കണ്ടിട്ട്, എവിടെയാ എങ്ങനെയാ സേഫ് ആണെന്നും അറിയത്തില്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണുമായിരിക്കും. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് ബോധം വീഴുവാണ്. ബോധം വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് കയറി കമലയെ കാണുവാണ്. ആ സമയത്ത് കമലയോട് മാഷ് പറഞ്ഞു, അതെ, വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങളെല്ലാവരും പുറത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമല പറഞ്ഞു, അതെ, നമ്മുടെ മോനൊരു കുഴപ്പമില്ലായിരിക്കുമല്ലോ അല്ലേ? ആ വാസവന്റെ കയ്യിലെങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മുടെ മോനെ ഉപദ്രവിക്കുക.
മാഷെ എനിക്കതൊക്കെ ഓർത്തിട്ട് നല്ല പേടിയുണ്ടെന്ന് പറഞ്ഞു. അതെ, തൽക്കാലത്തേക്ക് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അവനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, നീ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞു. പിന്നീട് വേദ ഈ കാര്യം അറിയുന്നുണ്ട്. ഇഷിതയാണ് ഈ കാര്യം പറയുന്നത്. കാരണം ഇഷിതയുള്ള ഹോസ്പിറ്റലിലേക്കായിരുന്നു കമലയെ കൊണ്ടുവന്നത്. ആ സമയത്ത് അവിടെ വെച്ച് ഇഷിത കണ്ടിട്ടുണ്ടായിരുന്നു കമലയെ. അങ്ങനെ ഇഷിതയാണ് വിളിച്ച് വേദയോട് പറയുന്നത്, വേദ ഒരു കാര്യമുണ്ട്, ഇതുപോലെ വിക്രത്തിന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം ഭയങ്കര ടെൻഷനായി പോയി വേദയ്ക്ക്. വേദ ചെന്നിട്ടോ ഇപ്പൊ കുറച്ച് കുറവുണ്ടെന്ന് പറയണം. ഒരു പക്ഷേങ്കിൽ വിക്രത്തെ കാണാത്തതിൻ്റെ ഉള്ള മാനസിക വിഷമം കാര്യങ്ങളൊക്കെയാണെന്ന് അറിയത്തില്ല. കുറെ ടെസ്റ്റുകൾക്കൊക്കെ കുടിച്ചിട്ടുണ്ട്, അതൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര വിഷമമായി. വിക്രത്തോട് പറയാതിരിക്കാനും പറ്റില്ലാത്തൊരവസ്ഥയായിപ്പോയി. പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം അമ്മയെ കാണാൻ പോണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും, പറയാതിരുന്നിട്ടുണ്ടെങ്കിലോ അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒടുവിൽ വേദ രണ്ടും കൽപ്പിച്ചു പോയി വിക്രത്തോട് കാര്യം പറയാണ്, അമ്മയുടെ കാര്യം പറയാണ്. അത് കേട്ടപ്പോൾ വിക്രത്തിന് ഭയങ്കര ടെൻഷനായി. വിക്രം പറഞ്ഞു, എനിക്ക് പോണം വേദ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പോഴേക്കും വേദ പറഞ്ഞു, വേണ്ട വിക്രം, ശരിയാകത്തില്ല, നീ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടും, അറിയാലോ. ഒരു വശത്ത് ആ വാസവന്റെ ഗുണ്ടകൾ, പിന്നെ ആയി സിയെയും കൂട്ടി ഒരു വശത്തുണ്ട്. അവര് എപ്പോഴേത് നിമിഷം എതിരുടെ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വിക്രം സമ്മതിച്ചില്ല. വിക്രം പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുക, എന്താണെങ്കിലും എനിക്ക് എൻ്റെ അമ്മയെ കണ്ടേ മതിയാവുള്ളൂ, അതിപ്പം ഞാൻ മരിച്ചാലും ശരി എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ അമ്മയെ പോയി കണ്ടില്ലെങ്കിലോ ഒരുപക്ഷെ എന്നെ കണ്ടു കഴിഞ്ഞാൽ അമ്മയുടെ എല്ലാ അസുഖങ്ങളും മാറും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വേദ മാക്സിമം ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാൻ നോക്കി, പക്ഷെ വിക്രം ഒന്നും കേട്ടില്ല. വിക്രത്തെ തൻ്റെ അമ്മയെ കണ്ടേ മതിയാവുള്ളൂ. ഒടുവിൽ വേദ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യമുണ്ട്, എങ്ങാനും പിടി കൂടിയിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ അല്ലേ പറയണേന്നൊക്കെ പറയണം. അങ്ങനെ വേദയും വിക്രം കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.